ഗുഡ് മോർണിംഗ്. ഊട്ടിയിലത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. 9:30 എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ മോനും മോളും പിന്നെ പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ വന്നതാ. പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാണ്ട് രണ്ടാൾക്ക് എണീക്കണം എന്നുള്ളൊരു ചിന്തയോ കറങ്ങാൻ പോകണം എന്നുള്ളൊരു ചിന്തയോ. മോനാണ് ഊട്ടി പ്ലാൻ ഇട്ടത് തന്നെ. എന്താ വെച്ചാൽ ഓൻ്റെ സ്കൂളിൽ നിന്ന് ഈ പ്രാവശ്യം പിന്നെ ടൂറ് പോയത് ഊട്ടിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ നിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ. ഇന്നലെ ആകെ ഗാർഡൻ കാണാൻ പോയി എന്നല്ലാതെ ഇവർക്ക് എങ്ങോട്ടും ഇറങ്ങണ്ട. ജാക്കറ്റ് ഉണ്ട് കയ്യിൽ. ജാക്കറ്റ് ഉണ്ടെങ്കിലും പോക്കറ്റ് ഉണ്ടെങ്കിലും ഒന്നും ഓനും ഇറങ്ങണ്ട ഓക്കും ഇറങ്ങണ്ട. ഓൽക്കൊന്നും ഉറങ്ങിയാൽ മതി എന്നാണ്. അമ്മാതിരി തണുപ്പ്. വാഷ്റൂമിലൊന്നും പോയിക്കൂടെ ഗൈസ്, വെള്ളം തൊടുമ്പോൾ സഹിച്ചൂടാ. അപ്പോൾ അങ്ങനെയാണ്. 9:30 പക്ഷേ 2 പേരും എഴുന്നേറ്റിട്ടില്ല. അവർക്ക് എഴുന്നേക്കണ്ട. അരുണ് അവന് സമ്മതിക്കണം. ഇനി ചൂടുവെള്ളത്തിലാണോ കുളിച്ചതെന്നറിയില്ല. ഓൻ കുളിച്ച് പൊട്ട് കേട്ടോ ഓനെങ്ങോട്ടോ പോയിക്ക്. ഓന് ഫുള്ള് ഇവിടെ കമ്പനിക്കാരാ. അപ്പോൾ ഓനും എൻ്റെ വഴിക്ക് പോയി. ഞങ്ങൾ എണീറ്റോ ചായ കുടിച്ചോ ഒന്നും നോക്കിയില്ല. മെല്ലെ എഴുന്നേക്കണം, കുളിക്കുക. എന്നും കുളിക്കുന്നല്ലേ, ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിലൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഇന്ന് കുളിയും പല്ലതിപ്പോൾ ഒന്നുമില്ല. ഞാൻ വെള്ളത്തിലേക്ക് പോവില്ല ഗൈസ്. മത്തുടൂ അമ്മാതിരി തണുപ്പ് സഹിച്ചോടൂ. സീസണല്ല ഇതെങ്ങാന് ഡിസംബർ ജനുവരി ആ ടൈമിനെയും വന്നേച്ചാൽ സഹിച്ചൂടാ, ചിന്തിച്ചൂടാ. അപ്പം അങ്ങനെയാണ് മോർണിംഗ് വിശേഷങ്ങൾ. വയ്യ വരുന്നുണ്ട്. ഇന്നലെ മെനിയാന്ന് ഉറങ്ങാത്തതുകൊണ്ട് ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ കുളിത്താല് നനച്ചില്ല കേട്ടോ. ഒന്ന് ഫ്രഷായി, മുടി ഒന്ന് ഒതുക്കി കിട്ടിയിട്ടുണ്ട്. ഇതാണ് പെരുന്നാളിലേക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ടെടുത്ത കോസ്റ്റ്യൂം. ഞാനല്ല കേട്ടോ, എൻ്റെ കിട്ടിയവൻ എടുത്ത് തന്ന കോസ്റ്റ്യൂം. അപ്പം ഇതാണ്. സമയം എന്തായാലും 9:30 10:30 അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് വേണം വെക്കേറ്റ് ചെയ്യാൻ. അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ്. അരുണേട്ടനെ കാണിച്ചു തരാം. മക്കളെ ഒന്ന് ഇവിടെ തരൂ. ഇതാണ് അരുണേട്ടെ. അപ്പം എങ്ങനെയാണ് അത് കവറിലേക്ക് ഇടും തീരുമാനമുള്ളത്. അപ്പം അങ്ങനെയാണ്. ചായ കുടിച്ചിട്ട് വരാട്ടോ. എനിക്കില്ല ഗിഫ്റ്റ് തൊട്ടതാട്ടോ. അയ്യോ ഇത് ജിതിനേട്ടൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഊട്ടിയിൽ വന്ന സമയത്ത് എല്ലാ സഹായവും മഹാരാജയിലുള്ള എല്ലാ സഹായവും ജിതിനേട്ടനാട്ടോ ചെയ്തു തന്നെ. അപ്പോൾ ഏട്ടൻ്റെ വക സമ്മാനത് വിലമതിക്കാൻ പറ്റാത്തതാണ്. കാരണം എനിക്ക് ചോയ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ് അവർ, അരുണും മക്കളും. ഞാൻ കഴിച്ചില്ല. ദോശ, ഇഡ്ഡലി, പൂരി, ഇത് 3 ആണുള്ളത്. ഇത് 3 എനിക്ക് പറ്റത്തില്ല. അപ്പോൾ
നിങ്ങളൊക്കെ കണ്ടല്ലോ, ജിതിനേട്ടനൊരു ഗിഫ്റ്റ് തന്നു. അതും മേടിച്ച് ഞാനിങ്ങ് പോന്നു. എനിക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്നില്ല, ഉയിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെ എണ്ണ പൊരിച്ചതോ അങ്ങനെയൊക്കെ. പൊരിച്ച പത്തിരിയൊക്കെ കഴിക്കട്ടോ, കഴിക്കുന്നൊരു വ്യക്തിയേ അല്ല. അപ്പം എൻ്റെ പിള്ളേരുണ്ട് ചായ കുടിച്ചിട്ട് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബൊമ്മ എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പം ഞാൻ ഹാപ്പിയായി ഗൈസ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്ത് തരുന്നു എന്നല്ല, തരാനുള്ള മനസ്സ് കാണിക്കുന്നു, അതന്നെ വലിയ കാര്യം. ഇതേതായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ്. ഇന്നലെ അരുണ് കുറേ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ബൊമ്മ വാങ്ങിയാൽ, പക്ഷേ കുറേ വീട്ടിൽ കിടക്കുന്നുണ്ട്, കരടിയും മറ്റേതും മറിച്ചതെന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ഇങ്ങനെ വാങ്ങിയിട്ടിട്ടും കാര്യമില്ലല്ലോ, വീട്ടിൽ നിന്ന് അറിഞ്ഞെടുക്കുക. ആ ഒരു കാണുമ്പോഴുള്ളൊരു ക്യൂരിയോസിറ്റിൻ്റെ അടുത്ത് വാങ്ങും, പിന്നെ അത് വീട്ടിലടട്ടേക്കും. അങ്ങനെ ചെയ്തിട്ടാണ്. തണുക്കുന്നുണ്ടല്ലേ, ജാക്കറ്റ് ഇട്ടിടയോ, തണുത്ത കാറ്റ്. തണുപ്പൊക്കെ ഏകദേശം പോയി വെയിൽ വന്നിട്ടുണ്ട്. എന്താ അയ്യോ, ഞാൻ എന്നെ തന്നെയാണ് കാണിക്കുന്നത്, ഞാൻ ക്യാമറ തിരിച്ചാന്ന് വിചാരിച്ചു. ഏതായാലും അരുണുകൊണ്ട് വരുന്ന്, ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഇതേ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഈ സാധനം വാങ്ങി തരണേ, ഇതുണ്ടാക്കുന്നിടത്ത് പോയിട്ട്. അപ്പം ഞാൻ ഇത് ആരെങ്കിലും ഊട്ടിയിൽ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ മധുരം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 2 കിലോ വീട്ടിലേക്ക് വാങ്ങണം. ഊട്ടി വർക്ക് എവിടെ കിട്ടുന്നല്ലേ? അടയാറ എവിടെയായിരുന്നു? ആ ആ ഓക്കെ 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 ഓക്കെ. ബസ് സ്റ്റാൻഡ് റോഡ് അല്ലേ? ആ ആ ഓക്കെ 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 ഓക്കെ, താങ്ക് യു. എന്താ ഇതിൻ്റെ പേര്? ഊട്ടി വർക്കി. ഊട്ടി വർക്കി. എല്ലാവരും വരുമ്പം വാങ്ങി കഴിച്ചു നോക്കൂട്ടോ. നിങ്ങളിത് വാങ്ങാൻ പറ്റേ. நமக்கு பேக்கரிங்க ஃபோன் பண்ணுங்க, நம்பர் இருக்குது வந்துடும். கீழே கரெக்ட் பண்ணிட்டு காசு நாள் பண்ணி கொடுத்தது இல்லை. ఏదైనా స్వీటా మిక్సింగ్ ஒரு 100. അതിന് ഓരോ കിലോ ഓരോ ആക്കി ചൂടില്ല, ചൂടുണ്ടോ? ഇത് ചൂടില്ല, ഇത് നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് അത് ബിസ്ക്കറ്റ് പാർസൽ കൊടുക്കുമ്പോ പുറത്ത് പോയാലും പുറത്ത് പോയതായിരുന്നു. അതെ, ബ്രെഡ് കഞ്ഞി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ അത് സപ്ലൈ കൊണ്ട്
Amal jata hai. Incoming voice call from bus KSRTC David DVR. Incoming voice call from bus KSRTC David DVR. ഇതെവിടോ Sapri? Kita Incoming pustak. voice call from bus KSRTC David DVR. Yes. എവിടേക്ക് ഊട്ടിയിലുള്ള കാര്യം ഊട്ടി വർക്കി അതെ വർക്കി വേറെ ഇതേ സ്റ്റൈൽ വേറെ എവിടെ വേറെ മദ്രാസ് വരുമ്പോൾ പോറാൻ എന്തോ ഒരു പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഡിഫറെന്റ് വരും. ഇതാണ് നമ്മുടെ സാധനം ഉണ്ടാക്കുന്നത്. ചൂട് എൻ്റെ അമ്മേ. ഇവിടുന്നാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഉണ്ടാക്കുന്നത് ദാസേട്ട്. കൂടെ ഞാനും. കൂടെ ചേച്ചി പിന്നെ ഞാൻ. ചേച്ചി മലയാളിയാ? ആ എനിക്ക് കണ്ടപ്പോ തോന്നി മലയാളിയാ. ആ ഊട്ടിയിൽ വന്നു വലിയൊരു മലയാളി. സ്പെഷ്യലായിട്ട് പാലക്കാട് സ്പെഷ്യലി പാലക്കാട് അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും ബേക്കറി ഐറ്റംസ് ബേക്കറി ഹോട്ടൽ ആരെങ്കിലും ഊട്ടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഊട്ടി വർക്കുണ്ടല്ലോ, ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ മേക്ക് ചെയ്യുന്നിടത്ത് വന്ന് മേടിക്കാം കേട്ടോ. മേക്ക് ചെയ്യുന്ന സ്ഥലമില്ലായിരുന്നു ബോംബെ കേഷ്. ഇവിടെ ആകുമ്പോ ബസ് സ്റ്റാൻഡിന്റെ നീ പറഞ്ഞൂടെ ഹൈവേസ് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഫ്രഷായിട്ട് നല്ല ചൂടോടൊക്കെ കൊണ്ടാ. ഷോപ്പിലൊക്കെ എത്ര ദിവസമായിട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ മേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഈ മേക്ക് ചെയ്ത് ഈ ഫ്രഷ്നെസ്സോടുകൂടെ നമുക്ക് കഴിക്കാം മക്കളെ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് ആ പാക്കറ്റിനെക്കാട്ടിലും എത്രയോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സംഭവം. മേക്ക് ചെയ്ത് കഴിഞ്ഞ പാടൊക്കെ കഴിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് മേടിച്ചാൽ മതി കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമായി. ഉണ്ണിയേട്ടാ ഒന്ന് നോക്കിയേ, ഒരു ഹായ് പറഞ്ഞേ. ഉണ്ണിയേട്ടൻ കേട്ടോ ഓട്ടോ ഡ്രൈവറാണ്. എനിക്കിവിടെ വന്ന് ഭയങ്കര ഇഷ്ടമായി. ആളുടെ കുറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ക്യൂട്ട് ചിരിന്നറിയോ. ചൂട്. ഉണ്ണിയേട്ടൻ അത് പേക്ക് ചെയ്യുക. ഓട്ടോ ഡ്രൈവറാണ് ഊട്ടിയിലുള്ള. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ സാധനം റെഡിയായി. ഇത് 4 എണ്ണ ഏതാ? ഇത് 4 എണ്ണാണോ? നല്ല വേണ്ട, ഒക്കെ ഞാൻ തന്നെ ഒറ്റ ആൾ തിന്ന് തീർക്കാനുള്ളതാ. നോട്ട് ചെയ്യണോന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ ഞാൻ ഒരാൾ തിന്ന് തീർക്കാനുള്ളതാ. അപ്പൊ എന്തിന് നോട്ട് ചെയ്യണോ? അപ്പൊ അതേ നല്ല ചൂടോടുക്ക, നല്ല ചൂടുണ്ട്. ഇത് ഇറക്കിയ പാടുക്ക തന്നത്. അപ്പം നല്ല ചൂടോട് ഓവനിലല്ല, നല്ല വിറകടുപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ 2 കിലോ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെത്തുമ്പോഴേക്ക് തീരൂലെന്ന് വിചാരിക്കുക. വീട്ടിലെത്തിയിട്ട് കുത്തിരുന്ന് തീർക്കണം. അപ്പം ഓക്കെ, ഇതാട്ടാ നമ്മുടെ ചേച്ചി പാലക്കാടുകാരിയാണ്. ഇവിടെ ഉള്ള ലുക്കം മലയാളികളാട്ടോ. അങ്ങിരിക്കൂലേ? അപ്പൊ എന്നാല് പേരെന്താ? ദാസേട്ടനും ഉണ്ണിയേട്ടനും. അപ്പൊ എല്ലാരോടും ബൈ 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 ബൈ.
പുറത്തിറങ്ങുമ്പോൾ എന്ത് തണുപ്പാ. അവന് സാധനം കിട്ടി ഗൈസ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നാലും നല്ല ചൂടോടുക്ക. അവിടെ വെള്ളം എടുക്കുക. ഓനോട് പൂച്ചക്കുട്ടീനെ വിൽക്കാനുണ്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടമെടുത്ത് ഞാൻ ഗേറ്റ് ഞാനിപ്പോൾ വീണാനെ. ഗേറ്റ് മറ്റേ ഒരു പണ്ടത്തെ സിനിമയിലില്ലേ അങ്ങനത്തെ ഒരു ഗേറ്റ്. പറഞ്ഞു വന്ന് മറന്നു. ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടട്. മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്, ഗൊളിക്കാഞ്ഞിട്ട് തല നനച്ചിട്ടില്ലേ. എങ്ങനെയാടേ വണ്ടി എടുക്കുക? അപ്പം അങ്ങനെയാണ് ഗൈസ്. ടാറ്റാ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് കേട്ടാ. പണ്ടത്തെ നോട്ട് ബുക്കിൻ്റെ ചട്ടമ്മലുള്ള പണ്ടത്തെ നോട്ട് ബുക്കിൻ്റെ ബാക്കിലില്ലായോ അതേപോലത്തെ ഒരു സീനറി. എന്ത് രസമാണ് കാണാൻ, എന്ത് തണുപ്പാ മക്കളെ. ഇവിടെയൊക്കെ ഡിസംബർ ജനുവരിയിൽ വന്നിട്ടുണ്ട് ഐസാണ്, ഉറപ്പുള്ള കാര്യമാണ്. ഒരു